ശാന്തി 22/4/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബു പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങൾ ബാബയുടെ ഓർമ്മയിൽ ആക്യുറേറ്റ് ആയിരിക്കൂ. എങ്കിൽ നിങ്ങളുടെ മുഖം സദാ തിളക്കമുള്ളതും പ്രസന്നവുമായിരിക്കും. ചോദ്യം: ഓർമ്മയിൽ ഇരിക്കുന്നതിൻ്റെ വിധി ഏതാണ്? അതിലൂടെ എന്തെല്ലാം നേട്ടങ്ങളാണ് ഉണ്ടാകുന്നത്? ഉത്തരം: ഓർമ്മയിലിരിക്കുമ്പോൾ ബുദ്ധിയിൽ നിന്നും എല്ലാ ജോലി കാര്യങ്ങളുടെയും മറ്റും പഞ്ചായത്ത്, അതായത് ചിന്തകളെ മറന്ന് സ്വയം ദേഹി അഥവാ ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ദേഹത്തിൻ്റെ സംബന്ധങ്ങളുടെയും വലിയ വലയാണ്. ആ വലയെ വിഴുങ്ങി ദേഹാഭിമാനത്തിന് ഉപരിയാകൂ. അതായത് താങ്കൾ മരിക്കുമ്പോൾ ലോകം മരിച്ചു. ജീവിച്ചിരിക്കെ എല്ലാം മറന്ന് ഒരു ബാബയുടെ ഓർമ്മയിലിരിക്കണം. ഇതാണ് അശരീരി അവസ്ഥ. ഇതിലൂടെ ആത്മാവിൻ്റെ തുരുമ്പ് മാറും. ഗീതം: രാത്രിയിലെ യാത്രക്കാര ക്ഷീണിച്ചു പോകരുത്. ഓം ശാന്തി. കുട്ടികൾ ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നു. അതിനെയാണ് നിഷ്ഠയിൽ അഥവാ ശാന്തിയിൽ ഇരിക്കുന്നു എന്ന് പറയുന്നത്. കേവലം ശാന്തിയിൽ ഇരിക്കുക മാത്രമല്ല, ചിലത് ചെയ്യുകയുമാണ്. സ്വധർമ്മത്തിൽ നിലനിൽക്കുന്നു, എന്നാൽ യാത്രയിലുമാണ്. ഈ യാത്ര പഠിപ്പിക്കുന്ന ബാബ കൂടെ കൊണ്ടുപോവുകയും ചെയ്യുന്നു. അവരാണെങ്കിൽ ശാരീരിക ബ്രാഹ്മണരാണ്. അവർ കൂടെ കൊണ്ടുപോകുന്നു. നിങ്ങൾ ആത്മീയ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണരുടെ വർണ്ണം അഥവാ കുലം എന്ന് പറയും. ഇപ്പോൾ കുട്ടികൾ ഓർമ്മയുടെ യാത്രയിലിരിക്കുന്നു. മറ്റ് സത്സംഗങ്ങളിൽ ഇരിക്കുമ്പോൾ ഗുരുവിൻ്റെ ഓർമ്മ വരും. ഗുരു വന്ന് പ്രവചനം കേൾപ്പിക്കും. അത് മുഴുവൻ ഭക്തിമാർഗമാണ്. ഇത് ഓർമ്മയുടെ യാത്രയാണ്. ഇതിലൂടെ വികർമ്മം വിനാശമാകും. നിങ്ങൾ ഓർമ്മയിലിരിക്കുന്നു തുരുമ്പ് മാറ്റുവാനായി. ബാബയുടെ ഡയറക്ഷനാണ്. ഓർമ്മയിലൂടെ തുരുമ്പ് മാറും. കാരണം പതീത പാവനൻ ഞാൻ തന്നെയാണ്. ഞാൻ ആരുടെയും ഓർമ്മ കാരണമല്ല വരുന്നത്. എൻ്റെ വരവും ഡ്രാമയിൽ അടങ്ങിയിട്ടുണ്ട്. എപ്പോഴാണോ പതീത ലോകം മാറി പാവന ലോകം ആകേണ്ടത്, ആദി സനാതന ദേവീദേവതാ ധർമ്മം പ്രായേണ ലോപിക്കുന്നത്, അതിൻ്റെ സ്ഥാപന വീണ്ടും ബ്രഹ്മാവിലൂടെ ചെയ്യുന്നു. ആ ബ്രഹ്മാവിനെ കുറിച്ച് തന്നെയാണ് മനസ്സിലാക്കിക്കുന്നത്. ബ്രഹ്മാസോ വിഷ്ണു സെക്കൻഡിൽ ആകുന്നു. പിന്നെ വിഷ്ണുവിൽ നിന്നും ബ്രഹ്മാവാകുന്നതിന് 5000 വർഷമെടുക്കുന്നു. ഇത് ബുദ്ധി കൊണ്ട് മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ ശൂദ്രനായിരുന്നു, ഇപ്പോൾ ബ്രാഹ്മണ വർണ്ണത്തിൽ വന്നിരിക്കുന്നു. നിങ്ങൾ ബ്രാഹ്മണനാകുന്നു. അപ്പോൾ ശിവ് ബാബ ബ്രഹ്മാവിലൂടെ നിങ്ങളെ ഈ ഓർമ്മയുടെ യാത്ര പഠിപ്പിക്കുന്നു, കലർപ്പ് മാറ്റുന്നതിന് വേണ്ടി. ഈ രചനയുടെ ചക്രം എങ്ങനെ തിരിയുന്നു അതും മനസ്സിലാക്കി. ഇതിൽ കാലതാമസം എടുക്കുന്നില്ല. ഇപ്പോൾ തീർച്ചയായും കലിയുഗമാണ്. ഇപ്പോൾ കലിയുഗത്തിൻ്റെ ആദിയാണ് എന്ന് അവർ കേവലം പറയുന്നു. എന്നാൽ ബാബ പറയുന്നു, കലിയുഗത്തിൻ്റെ അന്തിമമാണ്, ഘോര അന്ധകാരമാണ്. ബാബ പറയുന്നു, നിങ്ങളെ ഈ എല്ലാ വേദശാസ്ത്രങ്ങളുടെയും സാരം മനസ്സിലാക്കിക്കുന്നു. കുട്ടികളായ നിങ്ങൾ രാവിലെ ഇവിടെ ഇരിക്കുമ്പോൾ ഓർമ്മയിൽ ഇരിക്കേണ്ടതുണ്ട്. ഇല്ലെങ്കിൽ മായയുടെ കൊടുങ്കാറ്റ് വരും. ജോലിക്കാര്യങ്ങളുടെ ഭാഗത്തേക്ക് ബുദ്ധിയോഗം പോകും. ഇതെല്ലാം പുറമേയുള്ള പഞ്ചായത്ത്, അതായത് ചിന്തകളുടെ സമ്മേളനമാണല്ലോ. ചിലന്തി എത്ര വല നെയ്യുന്നു, മുഴുവനും വിഴുങ്ങുകയും ചെയ്യുന്നു. ദേഹത്തിൻ്റെ എത്ര വിസ്താരങ്ങളുണ്ട്. ഇളയച്ചൻ, ചിറ്റപ്പൻ, അമ്മാവൻ, ഗുരു, സന്യാസി, എത്ര വല കാണപ്പെടുന്നു. ഇവയെല്ലാം വിഴുങ്ങണം. ദേഹസഹിതം ദേഹി മാത്രമാകണം. മനുഷ്യൻ ശരീരം ഉപേക്ഷിക്കുമ്പോൾ എല്ലാം മറന്നു പോകുന്നു. താങ്കൾ മരിച്ചു, ലോകം മരിച്ചു. ഈ ലോകം ഇല്ലാതാകണം എന്ന ജ്ഞാനം ബുദ്ധിയിലുണ്ട്. ബാബു മനസ്സിലാക്കിച്ചു തരുന്നു. ആർക്കാണോ വായി തുറക്കാത്തത്,
പറഞ്ഞു കൊടുക്കുവാനുള്ള കഴിവ് വരാത്തത് അവർ കേവലം ഓർമ്മിക്കൂ. ഇദ്ദേഹം, അതായത് ഈ ബ്രഹ്മാവ് ബാബയെ ഓർമ്മിക്കുന്നു, കന്യക പതിയെ ഓർമ്മിക്കുന്നു. കാരണം പതി പരമേശ്വരനാകുന്നു. അതിനാൽ ബാബയിൽ നിന്നും ബുദ്ധി മാറ്റി പതിയിലേക്ക് പോകുന്നു. ഇതാണെങ്കിൽ പതിമാരുടെയും പതിയാണ്, ബ്രൈഡ് ഗ്രൂമാണല്ലോ. നിങ്ങളെല്ലാവരും ബ്രൈഡ്സ് ആണ്. എല്ലാവരും ഭഗവാന്റെ ഭക്തി ചെയ്യുന്നു. എല്ലാ ഭക്തരും രാവണന്റെ കാവലിൽ തടവിലാണ്. അപ്പോൾ ബാബയ്ക്ക് തീർച്ചയായും ദയവുണ്ടാകുമല്ലോ. ബാബ ദയാഹൃദയനാണ്. ആ ഒന്നിനെ തന്നെയാണ് ദയാഹൃദയൻ എന്ന് പറയുന്നത്. ഈ സമയം ഗുരുക്കന്മാർ വളരെയധികം പ്രകാരത്തിലുണ്ട്. ആര് എന്തെങ്കിലും ശിക്ഷണം നൽകുന്നു അവരെ ഗുരു എന്ന് പറയുന്നു. ഇവിടെ ബാബ പ്രാക്ടിക്കലിൽ രാജയോഗം പഠിപ്പിക്കുകയാണ്. ഈ രാജയോഗം പരമാത്മാവിനല്ലാതെ മറ്റാർക്കും പഠിപ്പിക്കുവാൻ അറിയുകയില്ല. പരമാത്മാവ് തന്നെയാണ് വന്ന് രാജയോഗം പഠിപ്പിച്ചിരുന്നത്. പിന്നെ അതിലൂടെ എന്തുണ്ടായി ഇതാർക്കും അറിയില്ല. ഗീതയുടെ പ്രമാണം വളരെ പേർ നൽകുന്നു. ചെറിയ കുമാരിമാരും ഗീത മനഃപ്പാഠമാക്കുന്നു. അപ്പോൾ കുറച്ചൊക്കെ മഹിമയുണ്ടാകുന്നു. ഗീത അപ്രത്യക്ഷമായിട്ടില്ല. ഗീതയ്ക്ക് വളരെ വലിയ മഹിമയുണ്ട്. ഗീതാജ്ഞാനത്തിലൂടെ തന്നെയാണ് ബാബ മുഴുവൻ ലോകത്തെയും റിജുവിനേറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ ദേഹത്തെ കൽപ്പതരു, അതായത് കൽപ്പവൃക്ഷത്തിന് സമാനം അഥവാ അമരമാക്കി മാറ്റുന്നു. കുട്ടികളായ നിങ്ങൾ ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു. ബാബയുടെ ആഹ്വാനം ചെയ്യുന്നില്ല. നിങ്ങൾ ബാബയുടെ ഓർമ്മയിലിരുന്ന് തൻ്റെ ഉന്നതി ചെയ്തുകൊണ്ടിരിക്കുന്നു. ബാബയുടെ ഡയറക്ഷൻ അനുസരിച്ച് നടക്കുന്നതിൻ്റെയും താല്പര്യം ഉണ്ടായിരിക്കേണ്ടതാണ്. നമ്മൾ ശിവ് ബാബയെ ഓർമ്മിച്ച് മാത്രമേ ആഹാരം കഴിക്കൂ. ശിവ് ബാബയുടെ കൂടെ കഴിക്കുന്നത് പോലെയായി. ഓഫീസിലും കുറച്ചൊക്കെ സമയം ലഭിക്കുന്നു. ബാബയ്ക്ക് എഴുതുന്നു. കസേരയിലിരിക്കുമ്പോൾ ഓർമ്മയിലിരിക്കുന്നു. ഓഫീസർ വന്ന് നോക്കുന്നു. അവർ ഇരുന്നിരുന്ന് മുഴുകിപ്പോകുന്നു, അതായത് അശരീരിയായി മാറുന്നു. ചിലരുടെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു, ചിലരുടേത് തുറന്നിരിക്കുന്നു. ചിലർ അങ്ങനെ അങ്ങിരിക്കും, യാതൊന്നും കാണാത്തതുപോലെ, ലയിച്ചിരിക്കുന്നത് പോലെ. ഇങ്ങനെയെല്ലാം ഉണ്ടാകുന്നു. ബാബ ചരട് വലിച്ചു ആഹ്ലാദത്തിൽ ഇരിക്കുകയും ചെയ്യുന്നു. എന്ത് സംഭവിച്ചു എന്നവരോട് ചോദിക്കുകയാണെങ്കിൽ പറയും, നമ്മൾ ബാബയുടെ ഓർമ്മയിലിരിക്കുകയായിരുന്നു. നമുക്ക് ബാബയുടെ അടുക്കൽ പോകണം എന്നത് ബുദ്ധിയിലുണ്ട്. ബാബ പറയുന്നു, സോൾ കോൺഷ്യസ് ആകുന്നതിലൂടെ നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നു ചേരും. അവിടെ പവിത്രമാകാതെ പോകുവാൻ സാധിക്കില്ല. ഇപ്പോൾ എങ്ങനെ പവിത്രമാകും? അത് ബാബയ്ക്ക് പറഞ്ഞു തരാൻ സാധിക്കൂ, മനുഷ്യർക്ക് പറഞ്ഞു തരാൻ സാധിക്കില്ല. നിങ്ങൾ കുറച്ചൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടാകും എങ്കിൽ മറ്റുള്ളവരുടെയും മംഗളം ചെയ്യും. നിങ്ങൾ ആരുടെയെങ്കിലും മംഗളം ചെയ്യുന്നതിൻ്റെ, ബാബയുടെ പരിചയം നൽകുന്നതിൻ്റെ പുരുഷാർത്ഥം തീർച്ചയായും ചെയ്യണം. ഭക്തിമാർഗത്തിലും ഓ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞ് വിളിക്കുന്നു. ഗോഡ് ഫാദർ ദയവ് കാണിക്കൂ. വിളിക്കുന്നതിൻ്റെ ഒരു ശീലമുണ്ടായിരിക്കുകയാണ്. ബാബ കുട്ടികളായ നിങ്ങളെ തനിക്ക് സമാനം മംഗളകാരിയാക്കുന്നു. മായ എല്ലാവരെയും എത്ര അവിവേകി ആക്കിയിരിക്കുന്നു. ലൗകിക പിതാവും കുട്ടികളുടെ പെരുമാറ്റം ശരിയല്ല എന്ന് കാണുന്നുവെങ്കിൽ നിങ്ങൾ അവിവേകിയാണ് എന്ന് പറയുന്നു. ഒറ്റ വർഷത്തിൽ തന്നെ പിതാവിൻ്റെ മുഴുവൻ സ്വത്തും ചിലവഴിച്ചു കളയും. അപ്പോൾ പരിധിയില്ലാത്ത ബാബയും പറയുന്നു, നിങ്ങളെ എന്താക്കി മാറ്റിയിരുന്നു, ഇപ്പോൾ തൻ്റെ പെരുമാറ്റം നോക്കൂ, എങ്ങനെയുള്ള വണ്ടർഫുൾ കളിയാണ് എന്നത് ഇപ്പോൾ കുട്ടികളായ നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഭാരതത്തിൻ്റെ എത്ര ഡൗൺഫോൾ, അതായത് പതനം ഉണ്ടാകുന്നു. ഡൗൺഫോൾ ഓഫ് ഭാരതവാസി. നമ്മൾ വീണിരിക്കുകയാണ്. നമ്മൾ കലിയുഗിയും തമോ പ്രധാനവുമായിരിക്കുകയാണ് എന്ന് അവർ സ്വയം മനസ്സിലാക്കുന്നില്ല. ഭാരതം സ്വർഗമായിരുന്നു.
അതായത് മനുഷ്യർ സ്വർഗവാസിയായിരുന്നു, അതേ മനുഷ്യർ ഇപ്പോൾ നരകവാസിയാണ്. ഈ ജ്ഞാനം ആരിലുമില്ല. ഈ ബാബയും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ ബുദ്ധിയിൽ അതിശയം വന്നിരിക്കുന്നു. 84 ജന്മങ്ങൾ എടുത്തെടുത്ത് പടികൾ തീർച്ചയായും ഇറങ്ങേണ്ടി വരും. മുകളിലേക്ക് കയറാനുള്ള സ്ഥലം പോലുമില്ല. ഇറങ്ങി ഇറങ്ങി പതീതം ആകേണ്ടതുണ്ട്. ഈ കാര്യം ആരുടെയും ബുദ്ധിയിലില്ല. ബാബ കുട്ടികളായ നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു തന്നു. നിങ്ങൾ പിന്നെ ഭാരതവാസികൾക്ക് മനസ്സിലാക്കിക്കുന്നു. നിങ്ങൾ സ്വർഗവാസിയായിരുന്നു, ഇപ്പോൾ നരകവാസിയായിരിക്കുന്നു. 84 ജന്മങ്ങളും നിങ്ങളാണ് എടുത്തത്. പുനർജന്മം അംഗീകരിക്കുന്നുണ്ടല്ലോ. അപ്പോൾ തീർച്ചയായും താഴെ ഇറങ്ങേണ്ടതുണ്ട്. എത്ര പുനർജന്മം എടുത്തിട്ടുണ്ട്, അതും ബാബ മനസ്സിലാക്കിച്ചു തന്നു. ഈ സമയം നിങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ട്, നമ്മൾ പാവന ദേവി ദേവന്മാരായിരുന്നു. പിന്നെ രാവണൻ പതീതമാക്കി ബാബയ്ക്ക് വന്ന് പഠിപ്പിക്കേണ്ടി വരുന്നു. ശൂദ്രനിൽ നിന്നും ദേവതയാക്കുവാനായി. ബാബയെ ലിബറേറ്റർ, ഗൈഡ് എന്ന് പറയുന്നു. പക്ഷേ അർത്ഥമൊന്നും മനസ്സിലാക്കുന്നില്ല. ഇപ്പോൾ ആ സമയം വേഗം വരും. എല്ലാവരും മനസ്സിലാക്കും. നോക്കൂ, എന്തിൽ നിന്നും എന്തായിരിക്കുന്നു. ഡ്രാമ എങ്ങനെയാണ് തയ്യാറാക്കപ്പെട്ടിരിക്കുന്നത്. നമുക്ക് ലക്ഷ്മി നാരായണനെ പോലെ ആകുവാൻ സാധിക്കും എന്ന് ആരുടെയും സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നില്ല. ബാബ എത്ര സ്മൃതിയിൽ കൊണ്ടുവരുന്നു. ഇപ്പോൾ ബാബയിൽ നിന്നും സമ്പത്ത് നേടണമെങ്കിൽ ശ്രീമത്ത് അനുസരിച്ച് നടക്കണം. ഓർമ്മയുടെ യാത്രയുടെ പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾക്കറിയാം, പാതിരിമാർ, അതായത് ക്രിസ്ത്യൻ പുരോഹിതൻ നടക്കുവാൻ പോകും. എത്ര സൈലൻസിലാണ് ഇങ്ങനെ നടക്കുന്നത്. അവർ ക്രൈസ്റ്റിൻ്റെ ഓർമ്മയിലിരിക്കുന്നു. അവർക്ക് ക്രൈസ്റ്റിനോട് സ്നേഹമുണ്ട്. ആത്മീയ വഴികാട്ടികളായ നിങ്ങളുടെ പ്രീതബുദ്ധി പരമപ്രിയ പരംപിത പരമാത്മാവിനോടാണ്. കുട്ടികൾക്കറിയാം, നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് കഴിഞ്ഞ കൽപ്പത്തിലേതുപോലെ രാജധാനി തീർച്ചയായും സ്ഥാപിതമാകും. പുരുഷാർത്ഥം ചെയ്ത് ശ്രീമത്തിലൂടെ നടക്കുന്നതനുസരിച്ച്. ബാബയാണെങ്കിൽ വളരെ നല്ല നല്ല മതം നൽകുന്നു. എന്നിട്ടും ഈ വിധം ഗ്രഹപ്പിഴയിരിക്കുന്നു. അതിലൂടെ ശ്രീമത്തനുസരിച്ച് നടക്കുന്നതേയില്ല. നിങ്ങൾക്കറിയാം, ശ്രീമത്തനുസരിച്ച് നടക്കുന്നതിൽ തന്നെയാണ് വിജയമുള്ളത്. നിശ്ചയത്തിൽ തന്നെയാണ് വിജയം. ബാബ പറയുന്നു, നിങ്ങൾ എൻ്റെ മതമനുസരിച്ച് നടക്കൂ. ഈ ബ്രഹ്മാവാണ് മതം നൽകുന്നത് എന്നെന്തുകൊണ്ട് മനസ്സിലാക്കുന്നു. ശിവ ബാബയാണ് നിർദ്ദേശം നൽകുന്നത് എന്ന് എപ്പോഴും മനസ്സിലാക്കൂ. ആ ഒന്ന് സർവീസിൻ്റെ മതമാണ് നൽകുന്നത്. ചിലർ ചോദിക്കും, ബാബ ഈ വ്യാപാരം അഥവാ തൊഴിൽ ചെയ്യട്ടെ. ബാബ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള മതമൊന്നും നൽകില്ല. ബാബ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് പതീതത്തിൽ നിന്ന് പാവനമാക്കാനുള്ള യുക്തി പറഞ്ഞു തരാനാണ്, അല്ലാതെ ഈ കാര്യങ്ങൾക്ക് വേണ്ടിയല്ല. എന്നെ വിളിക്കുന്നത് തന്നെ ഹേ പതീത പാവന, വന്ന് നമ്മളെ പാവനമാക്കി മാറ്റൂ എന്നാണ്. അപ്പോൾ ഞാൻ ആ യുക്തി പറഞ്ഞു തരുന്നു. വളരെ സഹജമാണ്. നിങ്ങളുടെ നാമം തന്നെ ഗുപ്തസേന എന്നാണ്. അവർ പിന്നെ ആയുധങ്ങളും ബാണവും മറ്റും കാണിച്ചിരിക്കുന്നു. എന്നാൽ ഇതിൽ ബാണത്തിൻ്റെയോ മറ്റോ ഒരു കാര്യവുമില്ല. ഇതെല്ലാം ഭക്തിമാർഗമാണ്. ബാബ വന്ന് സത്യമായ മാർഗം പറഞ്ഞു തരുന്നു. അതിലൂടെ പകുതി കൽപ്പത്തേക്ക് നിങ്ങൾ സത്യഖണ്ഡത്തിലേക്ക് പോകുന്നു. അവിടെ രണ്ടാമതൊരു ഖണ്ഡം ഉണ്ടായിരിക്കുന്നില്ല. ആർക്കെങ്കിലും മനസ്സിലാക്കിച്ചു കൊടുത്താലും അംഗീകരിക്കുന്നില്ല. കേവലം ഭാരതം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നെങ്ങനെ സാധ്യമാകും? ക്രൈസ്റ്റിന് 3000 വർഷം മുമ്പ് ഭാരതം സ്വർഗമായിരുന്നല്ലോ. അപ്പോൾ മറ്റൊരു ധർമ്മവും ഉണ്ടായിരുന്നില്ല. പിന്നെ വൃക്ഷം അഭിവൃദ്ധി പ്രാപിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ കേവലം തൻ്റെ പിതാവിനെ, തൻ്റെ ധർമ്മത്തെ, കർമ്മത്തെ മറന്നുപോയി. സ്വയം ദേവീ ദേവതാ ധർമ്മത്തിലേതാണ് എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ മോശമായ വസ്തുക്കളും മറ്റും ഭക്ഷിക്കുന്നില്ല. പക്ഷെ ഭക്ഷിക്കുന്നു, കാരണം ആ ഗുണമില്ല. അതിനാൽ സ്വയം ഹിന്ദു എന്ന് പറയുന്നു.
ഇല്ലെങ്കിൽ ലജ്ജ തോന്നേണ്ടതാണ്. നമ്മുടെ മുതിർന്നവർ ഇങ്ങനെ പവിത്രവും നമ്മൾ ഇങ്ങനെ പതീതവുമായി പോയിരിക്കുന്നു. എന്നാൽ സ്വന്തം ധർമ്മത്തെ മറന്നുപോയി. ഇപ്പോൾ നിങ്ങൾ ഡ്രാമയുടെ ആദ്യ മധ്യ അന്ത്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കി കഴിഞ്ഞു. അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യം ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് പറയാം, ഈ പോയിന്റ് ഇപ്പോൾ ബാബ പറഞ്ഞു തന്നിട്ടില്ല, ഇത്രമാത്രം. ഇല്ലെങ്കിൽ വെറുതെ കുഴങ്ങിപ്പോകും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയൂ. എല്ലാം ഇപ്പോൾ തന്നെ അറിയുകയാണെങ്കിൽ പിന്നെ വിനാശമുണ്ടായേനെ. പക്ഷേ ഇല്ല, ഇപ്പോൾ മാർജിനുണ്ട്. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. അന്തിമത്തിൽ സമ്പൂർണ്ണ പവിത്രമാകും. നമ്പർ വൈസ് പുരുഷാർത്ഥമനുസരിച്ച് തുരുമ്പ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ സദോ പ്രധാനം ആയി മാറും. പിന്നെ ഈ പതീത ലോകത്തിൻ്റെ വിനാശമുണ്ടാകും. പരമാത്മാവ് എവിടെയെങ്കിലും തീർച്ചയായും വന്നിട്ടുണ്ട് എന്ന് ഇക്കാലത്ത് പറയുകയും ചെയ്യുന്നു. എന്നാൽ ഗുപ്തമാണ്. സമയം തീർച്ചയായും വിനാശത്തിൻ്റെതാണല്ലോ. ബാബ തന്നെയാണ് ലിബറേറ്റർ, ഗൈഡ്. ആ ഒന്ന് തിരികെ കൊണ്ടുപോകും. കൊതുകുകളെ പോലെ മരിക്കും. എല്ലാവരും ഏകരസ ഓർമ്മയിൽ ഇരിക്കുന്നില്ല എന്നതും അറിയുന്നുണ്ട്. ചിലരുടേത് ആക്യുറേറ്റ് യോഗമാണ്, ചിലരുടേത് അരമണിക്കൂർ, ചിലരുടേത് 15 മിനിറ്റ്. ചിലരാണെങ്കിൽ 1 മിനിറ്റ് പോലും ഓർമ്മയിൽ ഇരിക്കുന്നില്ല. നമ്മൾ മുഴുവൻ സമയവും ബാബയുടെ ഓർമ്മയിലിരിക്കുന്നു എന്ന് ചിലർ പറയുന്നു. അപ്പോൾ തീർച്ചയായും അവരുടെ മുഖം പ്രസന്നവും തിളങ്ങുന്നതുമായിരിക്കും. അതീന്ദ്രിയ സുഖം ഇങ്ങനെയുള്ള കുട്ടികൾക്ക് ഉണ്ടായിരിക്കുന്നു. എവിടെയും ബുദ്ധി അലയുന്നില്ല. ആ സുഖം ഫീൽ ചെയ്യുന്നുണ്ടാകും. ഒരു പ്രിയതമൻ്റെ ഓർമ്മയിലിരിക്കുകയാണെങ്കിൽ എത്ര തുരുമ്പ് മാറിയെന്നെ എന്ന് ബുദ്ധിയും പറയുന്നു. പിന്നെ ശീലമുണ്ടാകും. ഓർമ്മയുടെ യാത്രയിലൂടെ നിങ്ങൾ എവർ ഹെൽത്തിയും എവർ വെൽത്തിയുമാകുന്നു. ചക്രവും ഓർമ്മ വരുന്നു. കേവലം ഓർമ്മയിലിരിക്കുന്നതിൻ്റെ പ്രയത്നമാണുള്ളത്. ബുദ്ധിയിൽ ചക്രവും തിരിഞ്ഞുകൊണ്ടിരിക്കും. ഇപ്പോൾ നിങ്ങൾ മാസ്റ്റർ ബീജരൂപമാകുന്നു. ഓർമ്മയോടൊപ്പം സ്വദർശന ചക്രവും തിരിക്കണം. നിങ്ങൾ ഭാരതവാസികൾ ലൈറ്റ് ഹൗസാണ്, സ്പിരിച്വൽ ലൈറ്റ് ഹൗസ്. എല്ലാവർക്കും വീട്ടിലേക്കുള്ള വഴി പറഞ്ഞു കൊടുക്കുന്നു. അതും മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടി വരുമല്ലോ. നിങ്ങൾ മുക്തി, ജീവൻ മുക്തിയുടെ വഴി പറഞ്ഞു കൊടുക്കുന്നു. അതിനാൽ നിങ്ങളാണ് സ്പിരിച്വൽ ലൈറ്റ് ഹൗസ്. നിങ്ങളുടെ സ്വദർശന ചക്രം തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നാമം എഴുതണം. അപ്പോൾ മനസ്സിലാക്കിച്ചു കൊടുക്കേണ്ടിയും വരും. ബാബ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾ മുന്നിലിരിക്കുകയാണ്. ആരാണോ പ്രിയതമൻ്റെ കൂടെ ഉള്ളത് അവർക്ക് വേണ്ടി മുന്നിൽ മഴയാണ്. ഏറ്റവും അധികം രസം മുന്നിൽ ഇരിക്കുന്നതിൻ്റെതാണ്. പിന്നെ സെക്കൻഡ് നമ്പറാണ് ടേപ്പ്, തേർഡ് നമ്പറാണ് മുരളി. ശിവബാബ ബ്രഹ്മാവിലൂടെ എല്ലാം മനസ്സിലാക്കിച്ചു തരുന്നു. ഈ ബ്രഹ്മാവും അറിയുന്നുണ്ടല്ലോ. എങ്കിലും നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കണം, ശിവബാബയാണ് പറയുന്നത്. ഇത് മനസ്സിലാക്കാത്തത് കാരണം വളരെയധികം അവജ്ഞ ചെയ്യുന്നു. ശിവബാബ എന്ത് പറയുന്നു അത് മംഗളകാരി തന്നെയാണ്. അമംഗളം ഉണ്ടായാൽ തന്നെയും അതും മംഗളത്തിൻ്റെ രൂപത്തിലേക്ക് പരിവർത്തനപ്പെടും. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ബാബയുടെ ഓരോ ഡയറക്ഷനിലൂടെയും നടന്ന് തൻ്റെ ഉന്നതി ചെയ്യണം. ഒരു ബാബയോട് സത്യമായ പ്രീതി വയ്ക്കണം. ഓർമ്മയിൽ തന്നെ ആഹാരം ഉണ്ടാക്കുകയും കഴിക്കുകയും വേണം. സ്പിരിച്വൽ ലൈറ്റ് ഹൗസായി സർവർക്കും മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും വഴി പറഞ്ഞു കൊടുക്കണം. ബാബയ്ക്ക് സമാനം തീർച്ചയായും മംഗളകാരിയാകണം. വരദാനം: ഈശ്വരീയ പ്രൗഢിയിൽ സ്ഥിതി ചെയ്ത് ഓരോ കർമ്മവും അന്തസ്സുറ്റതാക്കി മാറ്റുന്ന സർവ പ്രയാസങ്ങളിൽ നിന്നും മുക്തരായി ഭവിക്കട്ടെ. സദാ ഈ ഈശ്വരീയ പ്രൗഢിയിലിരിക്കൂ.
ഞാൻ ബാപ്ദാദയുടെ പ്രകാശരത്നമാണ്. എൻ്റെ നയനങ്ങളിലോ ദൃഷ്ടിയിലോ ഏതെങ്കിലും വസ്തു ഉൾക്കൊള്ളുക സാധ്യമല്ല. ഈ പ്രൗഢിയിൽ ഇരിക്കുന്നതിലൂടെ ഭിന്ന ഭിന്ന പ്രകാരത്തിലുള്ള പ്രയാസങ്ങൾ സ്വതവേ സമാപ്തമാകും. ഏതെങ്കിലും പ്രകാരത്തിലുള്ള കംപ്ലൈൻറ്റ് അവശേഷിക്കുകയില്ല. ആര് എത്രത്തോളം തൻ്റെ ഉയർന്ന പ്രൗഢിയിൽ സ്ഥിതി ചെയ്യുന്നുവോ അവർക്ക് മാന്യതയും സ്വതവേ പ്രാപ്തമാകുന്നു. അവരുടെ ഓരോ കർമ്മവും അന്തസ്സുറ്റതായിരിക്കും. സ്ലോഗൻ: ആരാണോ തൻ്റെ സർവ്വതും ബാബയെ ഏൽപ്പിക്കുന്നത് അവരാണ് ട്രസ്റ്റി. അവ്യക്ത സൂചന: മഹാൻ ആകുന്നതിനു വേണ്ടി മധുരതയുടെയും വിനയത്തിൻ്റെയും ഗുണം ധാരണ ചെയ്യൂ. തൻ്റെ ഓരോ വാക്കിലും മധുരതയുടെയും സന്തുഷ്ടതയുടെയും സരളതയുടെയും നവീനത ഉണ്ടായിരിക്കട്ടെ. ബ്രാഹ്മണ ആത്മാക്കളുടെ വാക്കുകൾ സാധാരണ വാക്ക് ആയിരിക്കരുത്. ഇതുതന്നെയാണ് മഹാനത, ഇതുതന്നെയാണ് നവീനത. മധുര വാക്കുകളിലൂടെയും മധുര സംസ്കാരത്തിലൂടെയും മധുര സ്വഭാവത്തിലൂടെയും മറ്റുള്ളവരുടെയും വായ് മധുരിതമാക്കിക്കൊണ്ടിരിക്കൂ. സദാ അക്ഷീണരായി ഭവിക്കട്ടെ, മധുരമായി ഭവിക്കട്ടെ എന്ന വരദാനങ്ങളാൽ മുന്നോട്ടു പോവുകയും പറക്കുകയും ചെയ്യൂ. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. മസ്തകമധ്യത്തിൽ തിളങ്ങുന്ന പ്രകാശബിന്ദുവായ ആത്മാവിൽ മനസ്സും ബുദ്ധിയും സ്ഥിരമാക്കി പ്രിയപ്പെട്ട ബാബയെ ഏകാഗ്രതയോടെ ഓർമ്മിക്കുമ്പോൾ ബാബയിൽ നിന്നും പരിധിയില്ലാത്ത സ്നേഹത്തിൻ്റെ കിരണങ്ങൾ എനിക്ക് പ്രാപ്തമായി കൊണ്ടിരിക്കുന്നു. ഈശ്വരീയ സ്നേഹത്താൽ എൻ്റെ ഹൃദയം നിറയുന്നു. പരിധിയുള്ള മോഹമമത്വങ്ങൾ സാരരഹിതമാക്കുന്ന അനുഭവം വരുത്തുന്ന ഈ ഈശ്വരീയ സ്നേഹം എത്ര ഉയർന്നതും ദിവ്യവും തൃപ്തി നൽകുന്നതുമാണ്. സ്നേഹസാഗരത്തിൽ നിന്നും ഒരു തുള്ളി സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്ന അന്യ ആത്മാക്കൾക്ക് ഞാൻ ഈശ്വരീയ സ്നേഹം ദാനം ചെയ്യുകയാണ്. പ്രകൃതിയിലെ സൂര്യൻ സകാശിലൂടെ അന്ധകാരത്തെ അകറ്റി വെളിച്ചം വരുത്തുന്നത് പോലെ ആ ആത്മാക്കൾക്ക് നൽകി അവരെയും ഈശ്വരീയ സ്നേഹത്താൽ തൃപ്ത ആത്മാവാക്കി മാറ്റുകയാണ്.